അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയപ്പെട്ട മക്കളെയും എഡ്യൂഫേസിൻ്റെ അറബിക് ടാലൻറ്റ് എക്സാമിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള 1-2 ക്ലാസ്സുകൾ കാണാത്തവരാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ അത് രണ്ടും കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. അതുപോലെ തന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരീക്ഷ സ്കൂൾ ലെവലിലുള്ള പരീക്ഷ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 8-നാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് യോഗ്യത നേടേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എന്തായാലും കൂടുതൽ സമയം നഷ്ടപ്പെടുത്താതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 2022-23 വർഷം നടന്നിട്ടുള്ള UP വിഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇഖ്തർ ഫിയലൽ മാലിയ അൽ മുഅന്നസ. അപ്പോൾ ഇതിൽ മുഅന്നസ് ആയിട്ടുള്ള മാലിയായ ഫെയില് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മാലിയായ മുഅന്നസ് ആയിട്ടുള്ള ഫീൽ ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ തദക്കറ എന്ന് പറഞ്ഞാൽ മാലിയായ ഫീലാണ്, പക്ഷെ അതെന്താണ്? മുഅന്നസ് അല്ല, മുദക്കറാണ്. പിന്നെ തസ്മഉ എന്ന് പറഞ്ഞാൽ മുലാരിയായ ഫീലാണ്. കതബത്ത് എന്ന് പറഞ്ഞാൽ കതബത്ത എന്ന് പറഞ്ഞാൽ മാലിയാണ്, പക്ഷെ അതെന്തല്ല? മുഅന്നസ് അല്ല. പിന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ലറബത്ത് എന്നുള്ളതാണ്. അപ്പോൾ ലറബു ലറബത്ത് എന്നുള്ളതാണ് മാലിയായിട്ടുള്ള മുഅന്നസ് ആയിട്ടുള്ള ഫിഅൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാൻ ചോദിച്ചാൽ ഇവിടെ താഇന് സുക്കൂൻ ഉള്ളതായിട്ട് കാണാം. ഇപ്പോൾ താഇന് സുക്കൂന് വരുന്ന മാലിയായ ഫീലുകളാണ് മുഅന്നസ് ആയിട്ടുള്ള മാലിയായ ഫീലുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കതബത്ത എന്ന് പറഞ്ഞാൽ കതബത്ത് എന്നല്ല, കതബത്ത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ എഴുതിയെന്നാണ്, അത് മുഅന്നസ് അല്ല, മാലിയാണ്. തസ്മഉ എന്ന് പറഞ്ഞാൽ പിന്നെ അത് മുലാരിയാണ്. മുലാറത്തിൻ്റെ അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അലിഫ്, യാ, താ, നൂന് അത് വന്നിട്ടുണ്ട് തുടക്കത്തിൽ. തദക്കറ എന്ന് പറഞ്ഞാൽ മാലിയായ ഫീലാണ്, പക്ഷെ അതെന്താണ്? മുദക്കറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ ചോദ്യം: മുത്തറാദിഫു ലരീറിൻ. ലരീർ എന്നതിൻ്റെ മുത്തറാദിഫ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ജന്മന അന്ധനായിട്ടുള്ള ആൾക്കാർക്കാണ് എന്ത് പറയുക? ലരീർ എന്ന് പറയുക. ആഴ്മ എന്ന് പറഞ്ഞാലും അന്ധൻ തന്നെയാണ്. അപ്പോൾ ലരീർ എന്നതിൻ്റെ മുത്തറാദിഫ് അല്ലെങ്കിൽ പര്യായ പദം സിനോണിമായിട്ട് വരുന്നത് ഇവിടെ ഏതാണ്? ആഴ്മ എന്നുള്ള പദമാണ്. ഇനി അടുത്തത് എന്താണ്? അരിബ്, കിഡ്നി. കിഡ്നി എന്നതിൻ്റെ അറബി പദം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കിഡ്നിയുടെ അറബി പദം എന്താണ്? അൽ കല്യത്തു എന്നുള്ളതാണ് കിഡ്നി എന്നതിൻ്റെ അറബി പദമായിട്ട് വരുന്നത്. ഈ നാലാമത്തെ ചോദ്യം: ഐന ജറ കഅ്സു സന്തോഷ് 2022 സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആണ്. അപ്പോൾ 2022 സന്തോഷ് ട്രോഫി എവിടെ വെച്ചാണ് നടന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? മലപ്പുറത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ 2022 സന്തോഷ് ട്രോഫി നടന്നത് മലപ്പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് പത്രവാർത്തയുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ തരുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഇനി അഞ്ചാമത്തെ ചോദ്യം: കം അദദൽ അർഖാമി ഫി ബിതാഖത്തി ആധാർ. അപ്പോൾ ബിതാഖത്ത് എന്ന് പറഞ്ഞാൽ കാർഡാണ്, ബിതാഖത്ത് ആധാർ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡാണ്. ആധാർ കാർഡിൽ എത്ര അക്കങ്ങളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആധാർ കാർഡിൽ എത്ര അക്കങ്ങളാണുള്ളത്? 12 അക്കങ്ങളാണുള്ളത് അല്ലേ? എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാവുമല്ലോ. അതിൽ 4 വീതം അക്കങ്ങൾ 3 സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 12 അക്കങ്ങളാണ് ഫി ബിതാഖത്തി ആധാർ കാർഡിൽ ഉള്ളത്. ഇനി ആറാമത്തെ ചോദ്യം: മാ ഹുവ സഹീഹു. ശരിയായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മുസ്തഖീം, നമ്മൾ ഫാത്തിഹയിലൊക്കെ ഉള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നൊക്കെ നമ്മൾ ഓതാറുണ്ട് അല്ലേ? അപ്പോൾ ആ മുസ്തഖീം ശരിയായ എന്ന മീനിങ് ഉള്ള ഒരു വേർഡാണ് മുസ്തഖീം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മുസ്തഖീം എന്നുള്ളത് ഇവിടെ സ്വാദാണുള്ളത്, അപ്പോൾ അത് തെറ്റാണ്. പിന്നെ ഇവിടെ വീണ്ടും ഇവിടെ സ്വാദാണുള്ളത്, അതോടൊപ്പം തന്നെ ഇവിടെ എന്താണ്? ത്വാ ആണുള്ളത്, അപ്പോൾ അത് രണ്ടും തെറ്റാണ്. പിന്നെ മുസ്ത്വ അല്ലേ, ഇവിടെ എന്താണുള്ളത്? ത്വാ ആണുള്ളത്, അതൊക്കെ തെറ്റാണ്. അപ്പോൾ കറക്റ്റ് മുസ്തഖീം എന്ന രീതി സീനും അതുപോലെ തന്നെ താഉമാണ്. ഇനി ഏഴാമത്തെ ചോദ്യം: ബാദിൻജാൻ മിൻ ഡേഷ് എന്നാണ് പറഞ്ഞത്. അപ്പം ബാദിൻജാൻ എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാളാണ് അല്ലേ?
വഴുതനങ്ങ. ആ വഴുതനങ്ങ എന്ന് പറയുന്നത് ഏതിൽപ്പെട്ടതാണ്? മിനൽ ഖദറാവാത്ത് അല്ലെ, വെജിറ്റബിൾസിൽ പെട്ടതാണ് ബാദിൻജാൻ അല്ലെങ്കിൽ ബ്രിഞ്ചാൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആണ്, ഹയവാനാത്ത് എനിമൽസ് ആണ്, തുയൂർ ബേർഡ്സ് ആണ്. അപ്പോൾ ബാദിൻജാൻ അല്ലെങ്കിൽ ബ്രിഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്തിൽപ്പെട്ടതാണ്? ഖദറാവാത്ത് അഥവാ വെജിറ്റബിൾസിൽ പെട്ടതാണ്. ഇനി എട്ടാമത്തെ ചോദ്യം, അൽ യൗമു സാബിഉ മിൻ അബ്രിൽ യുഹ്തഫലു ബി. അപ്പോൾ സാബി സബ് എന്ന് പറഞ്ഞാൽ 7ആണല്ലോ. യൗമു സാബി എന്ന് പറഞ്ഞാൽ എന്താ? 7ാമത്തെ ദിവസം എന്നുവെച്ചാൽ 7ാമത്തെ ഡേറ്റ് മിൻ അബ്രിൽ. അപ്പോൾ ഏപ്രിൽ 7, ഏപ്രിലിലെ 7ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 7 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? അപ്പം ഇഹ്തഫല അല്ലേ, നമ്മൾ പല ചോദ്യത്തിലും ഇത് കണ്ടിട്ടുണ്ട്. എല്ലാ പരീക്ഷയിലും ഏതെങ്കിലും ഒരു ദിനത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഏപ്രിൽ 7 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ യൗമു സിഹത്തിൽ ആലമി, ലോക ആരോഗ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സിഹത്ത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആണ്, ആരോഗ്യമാണ്. ആലമി എന്ന് പറഞ്ഞാൽ വേൾഡ്. അപ്പം വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ടാണ്, ലോക ആരോഗ്യ ദിനമായിട്ടാണ് ഏപ്രിൽ 7 ആചരിക്കുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, ദഹബ മുഹമ്മദുൻ ഇലൽ മസ്ജിദി അല്ലേ, ഇതൊരു സെന്റൻസ് ആണ്. എന്ത് സെന്റൻസ് ആണ് നമുക്ക് തന്നത്? ദഹബ മുഹമ്മദുൻ ഇലൽ മസ്ജിദി. എന്നിട്ട് ചോദിക്കുകയാണ് മുഹമ്മദുൻ ഡാഷ്. ഈ സെന്റൻസിലെ മുഹമ്മദ് എന്ന് പറയുന്നത് ഡാഷ് ആണ്, എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സെന്റൻസിലെ മുഹമ്മദ് എന്താണ്? ഫായിലാണ് അല്ലേ, ഫായിലാണ്. ഇപ്പോൾ ദഹബ എന്ന് പറഞ്ഞാൽ ഫിഅലാണ്. ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ ഫായിൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പോവുക എന്ന പ്രവൃത്തി ചെയ്തത് ആരാണ്? മുഹമ്മദാണ്. അപ്പോൾ ഈ സെന്റൻസിലെ മുഹമ്മദിനെ നമുക്ക് എന്ത് പറയാം? ഫായിലാണ് എന്ന് പറയാം. ദഹബ എന്നുള്ളത് ഫിഅലാണ്, ഇല എന്നുള്ളത് എന്താണ്? ജറിന്റെ ഹർഫാണ് അല്ലേ. ഇനി 10ാമത്തെ ചോദ്യം, ഉക്തുബ് ഗൈറ മുത്തജാനിസിൻ. അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് കാണും. എന്താണ് ഗൈറു മുത്തജാനിസ് എന്ന് പറഞ്ഞാൽ? ഒരേ ജിൻസ്, ഒരേ വിഭാഗത്തിൽ പെടാത്തത് എന്ന് പറഞ്ഞാൽ ഓട് വൺ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൽ ഓട് വണ്ണ നമുക്ക് എന്തൊക്കെയാ നോക്കാം? നാളിറുൽ മദ്രസ, ത്വാബൂർ സ്വബാഹ്, ബാഹത്തുൽ ബൈത്ത്, ഖാഅത്തുൽ മദ്രസ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ബാഹത്തുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഇത് വീടുമായി ബന്ധപ്പെട്ടുള്ള സാധനമാണ് അല്ലേ, വീടിന്റെ മുറ്റം. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? മദ്രസയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ബാഹത്തുൽ ബൈത്താണ് ഇവിടെ ഓട് വണ്ണായിട്ട് അല്ലെങ്കിൽ ഗൈറു മുത്തജാനിസ് ആയിട്ട് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത്. ഇനി അടുത്തത് എന്താണ്? കം വസീറാത്തിൻ ഫി വിസാറത്തി കേരള ഹാലിയൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വസീർ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ആണ്, വസീറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിമൺ മിനിസ്റ്റർ ആണ് അല്ലെങ്കിൽ വനിതാ മന്ത്രിയാണ്. വസീറാത്ത് എന്ന് പറഞ്ഞാൽ വനിതാ മന്ത്രിമാർ. അപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിൽ നിലവിൽ എത്ര വനിതാ മന്ത്രിമാരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഓപ്ഷനിൽ നമുക്ക് കറക്റ്റ് ആൻസർ ഇല്ല. നിലവിൽ പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ 2 വനിതാ മന്ത്രിമാരാണുള്ളത്. ഇത് പഠിച്ചു വെക്കുക. നിലവിലെ വി ഡി സതീശൻ സർക്കാർ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിൽ 2 വനിതാ മന്ത്രിമാരാണുള്ളത് കേട്ടോ. അപ്പം കം വസീറാത്തിൻ ഫി വിസാറത്തി കേരള ഹാലി എന്ന് ചോദിച്ചാൽ 2 വനിതാ മന്ത്രിമാരാണുള്ളത്. ശ്രദ്ധിക്കുക. ഇനി അയ്യു ലുഗത്തിൻ തുഅറഫു ബി ലുഗത്തി ലാദ്. ലാദിന്റെ ഭാഷ, ലുഗത്തുൽ ലാദ്, ലാദ് എന്ന അക്ഷരമുള്ള ഭാഷ എന്നറിയപ്പെടുന്നത് ഏത് ഭാഷയാണ്? അത് അറബി ഭാഷയാണ്. അറബി ഭാഷയിലാണ് ലാദ് എന്ന് പറയുന്ന ഒരു അക്ഷരമുള്ളത്. ബാക്കിയുള്ള ഭാഷകളിലൊന്നും ഇങ്ങനെ ഒരു അക്ഷരം കാണാൻ കഴിയില്ല. അപ്പോൾ ലുഗത്തുൽ ലാദ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അറബിയാണ്. അറബി ഭാഷയാണ് ലുഗത്തുൽ ലാദ് എന്ന് അറിയപ്പെടുന്നത്. ഇനി 13ാമത്തെ ചോദ്യം, മയ്യുലഖബു ബി ഗാന്ധി കേരള. അപ്പൊ ആരെയാണ് കേരള ഗാന്ധി, കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ കേരള ഗാന്ധി ആരാണ്? എല്ലാവർക്കും അറിയൂലേ? കേളപ്പൻ അല്ലെ, കേളപ്പനാണ്. അപ്പൊ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. കേളപ്പാൻ കണ്ടോ, കേലാബാൻ. അപ്പൊ പായൊന്നും നമ്മൾ അറബിയിൽ ഇല്ലാത്തത് കൊണ്ട് കേലാബാൻ കേട്ടോ, കേലാബാൻ എന്നാണ് എഴുതുക. അപ്പൊ കേലാബാൻ അല്ലെങ്കിൽ കേളപ്പനാണ് കേരള ഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി കേരള എന്ന് അറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യം, യുറഫു ഹംസത്തുൻ റളിയല്ലാഹു അൻഹു ബി ഡാഷ്. ഹംസ റളിയല്ലാഹു അൻഹു എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അദ്ദേഹത്തിന്റെ വിളിപ്പേര് എന്താണ്? സയ്യിദു ശുഹദാ അല്ലെ, സയ്യിദു ശുഹദാ എന്നാണ് ഹംസ റളിയല്ലാഹു അൻഹു വിളിക്കപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി.
അപ്പൊ സയ്യിദു ഷുഹദ എന്നാണ് ഹംസ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. അപ്പൊ പഠിച്ചു നോക്കുക, സയ്യിദു ഷുഹദ എന്നറിയപ്പെടുന്നത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഫി അയ്യി യൗമിൻ നഹ്തഫിലു അൽ യൗമുൽ ആലമിയ ലിൽ അറബിയ, ഏത് ദിവസമാണ് അറബി ഭാഷാ ദിനമായിട്ട്, അൽ യൗമുൽ ആലമി ലിൽ അറബിയ, അറബി ഭാഷയുടെ അന്താരാഷ്ട്ര ദിനമായിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ അറബിക് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഡിസംബർ 18. ഡിസംബർ 18 കേട്ടോ. ഡിസംബർ 18 അൽ യൗമുൽ ആലമിയു ലിൽ അറബിയ, അറബി ഭാഷയുടെ അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത്, വേൾഡ് അറബിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 16ാമത്തെ ചോദ്യം എന്താ? മാഹുവ ഷാസു, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അഹ്മർ ഉണ്ട്, അസ്ഫർ ഉണ്ട്, അക്ബർ ഉണ്ട്, അഖ്ലർ ഉണ്ട്. അപ്പൊ അഹ്മർ എന്ന് പറഞ്ഞാൽ എന്താ? റെഡ് ആണല്ലേ, റെഡ് കളറാണ്. പിന്നെ അസ്ഫർ എന്താണ്? യെല്ലോ കളറാണ്. അഖ്ലർ എന്താണ്? ഗ്രീൻ കളറാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? അക്ബറിലാണ്. അക്ബർ അല്ലെ, അക്ബറാണ് ലാർജസ്റ്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഏറ്റവും വലുത് എന്നർത്ഥം വരുന്ന അക്ബർ ആണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? നിറങ്ങളാണ് അല്ലെ. ഇനി 17ാമത്തെ ചോദ്യം എന്താണ്? മൻ തകല്ലമ ഫിൽ മഹ്ദി, അല്ലെ, തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് ആരാന്നാണ് ചോദിക്കുന്നത്. അപ്പൊ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച പ്രവാചകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതാരാണ്? ഈസ അലൈഹിസ്സലാം ആണ് അല്ലെ. ഈസാ നബി അലൈഹിസ്സലാമാണ് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത്. അപ്പൊ മൻ തകല്ലമ ഫിൽ മഹ്ദി, മഹ്ദ് അല്ലെങ്കിൽ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത്. തകല്ലമ, കലാം എന്നൊക്കെ പറഞ്ഞ സംസാരം, തകല്ലമ സംസാരിച്ചു കേട്ടോ. അപ്പൊ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് ഈസാ അലൈഹിസ്സലാം ആണ്. ഇനി ഇവിടെ 4 ഹർഫുകൾ തന്നിട്ടുണ്ട്. ഹംസ ഉണ്ട്, താ ഉണ്ട്, യാ ഉണ്ട്, നൂനും ഉണ്ട്. യുസമ്മ ബി ഡാഷ്, ഈ ഹർഫുകളെ എന്ത് പേരിലാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹുറൂഫുൽ മുലാറഅത്തി, മുലാറഅത്തിന്റെ അക്ഷരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. മുലാരിയായ ഫീലുകൾ ആരംഭിക്കുന്ന 4 അക്ഷരങ്ങളാണ് ഹംസ, താ, യാ, നൂന്. ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ടായിരിക്കും മുലാരിയായ ഫീൽ ആരംഭിക്കുക. അപ്പൊ മുലാരിയായ ഫീലിന്റെ ആരംഭത്തിലുള്ള യഫ്അലു അല്ലെ, തഅ്കുലു, തനാമു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുലാരിയായ ഫീലുകൾ, അഫ്അലു, നഫ്അലു, അജ്ലിസു അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള മുലാരിയായ ഫീലുകൾ ആരംഭിക്കുന്ന അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഈ 4 അക്ഷരങ്ങളുടെ പേരാണ് ഹുറൂഫുൽ മുലാറഅത്തി. അപ്പൊ മുലാരിയായ ഫീലിന്റെ അക്ഷരങ്ങളായതുകൊണ്ട് മുലാറഅത്ത് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക. ഹുറൂഫുൽ മുലാറഅത്തി എന്നാണ് മുലാരിയായ ഫീലുകൾ ആരംഭിക്കുന്ന അല്ലെങ്കിൽ മുലാരിയായ ഫീലിന്റെ ആദ്യത്തിൽ വരുന്ന ഈ 4 അക്ഷരങ്ങളെ വിളിക്കുന്നത്. ഇനി 19ാമത്തെ ചോദ്യം, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫി ഡാഷ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഹദീസിൽ നിന്ന് എടുത്തിട്ടുള്ള വചനമാണ്. ഇർഹമു, നിങ്ങൾ കരുണ ചെയ്യണം, റഹ്മത്ത് ചെയ്യണം, മൻ ഫിൽ അർളി, അർള് എല്ലാവർക്കും അറിയാലോ, ഭൂമിയാണ് അല്ലെ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക. യർഹമുക്കും മൻ ഫി ഡാഷ്, ഡാഷിലുള്ളവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കരുണ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തിലുള്ളവൻ നമുക്ക് കരുണ ചെയ്യുന്നതാണ് പറയട്ടോ. ആകാശത്തിലുള്ളവൻ കരുണ ചെയ്യുന്നതാണ് ഹദീസിലുള്ളത്. അപ്പൊ ആകാശത്തിന് എന്താ പറയാ? അസ്സമാ എന്നാണ്. അപ്പൊ പഠിച്ചു നോക്കുക, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഇനി അവസാനത്തെ ചോദ്യമാണ്, 20ാമത്തെ ചോദ്യമാണ്. എന്താണ്? ഡാഷ് ഫാത്തിമത്തു അൽ ബാബ, ഫാത്തിമ ബാബിനെ, വാതിലിനെ എന്തോ ഒന്ന് ചെയ്തു. അപ്പൊ എന്തായിരിക്കും ഫാത്തിമ ചെയ്തിട്ടുണ്ടാവുക? ഖറഅത്ത് എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ് അല്ലെ. ആരും വാതിൽ വായിക്കൂല. ജലസത്ത് ഇത് എഴുതിയത് തന്നെ തെറ്റാണ്. ഇനി അതിന്റെ മീനിങ് നോക്കിയാൽ ഇരുന്നു എന്നാണ് അല്ലെ. വാതിൽ ആരും ഇരിക്കൂല. പിന്നെ കത്തബത്ത് എന്ന് പറഞ്ഞ ഈ എഴുത്തും തെറ്റാണ്. എന്നാൽ അത് മീനിങ് നോക്കിയാലും തെറ്റാണ്. എന്താണ്? എഴുതിയതാണ് അല്ലെ. അപ്പൊ ഇവിടെ ശരിയാവുക എന്താണ്? ഫതഹത്താണ് ശരിയാവുക അല്ലെ, ഫതഹത്ത്. അപ്പൊ ഫാത്തിമ എന്ത് ചെയ്തു? വാതിൽ തുറന്നു എന്നാണ് പറയാ. അതിന് ഫതഹത്ത് എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. എല്ലാവർക്കും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.